വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അതെ, നമ്മുടെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ, ലോങ് വീഡിയോ ആണ്. ഷോർട്സ് ഒക്കെ ഉണ്ട്, പക്ഷെ ഫസ്റ്റ് ഒരു ലോങ് യൂട്യൂബ് വീഡിയോ എടുക്കുന്നത് ആദ്യമായിട്ടാണ്. ആൻഡ് നമ്മളത് പ്രോസസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടും അതിന് വേണം. അതെ, ഇനി കണ്ടിന്യൂസ് കോണ്ടന്റ്സ് നമ്മൾ ഇടാൻ ശ്രമിക്കും. ആൻഡ് കുറെ നാളായിട്ട് എൻ്റെ ഏകദേശം ഒരു 3-4 years ആയില്ലേ അപ്പോൾ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് വിചാരിക്കും. പല സർക്കംസ്റ്റൻസ് ഉണ്ടായിരുന്നു അതിന്, അല്ലേ? നമ്മള് അബ്രോഡ് വന്നു, നമ്മൾ ഇവിടുത്തെ ലൈഫ് സ്റ്റൈലുമായിട്ടൊന്ന് മാറി ട്രാൻസ്ഫോം ആയി വരുമായിരുന്നു. പിന്നെ വർക്ക് കാര്യങ്ങളെല്ലാം ആയിട്ട് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. പ്രോക്രാസ്റ്റിനേഷൻ, പിന്നെ കാരണം എനിക്ക് ഒരു കാര്യം ഇങ്ങനെ ചെയ്ത് മുഴുവിപ്പിക്കാൻ ഭയങ്കര പ്രശ്നമാണ്. സ്റ്റാർട്ട് ചെയ്ത് വെക്കും ആൻഡ് ഒരു 1000 വീഡിയോ ഉണ്ടാവും ഞാൻ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ള വീഡിയോസ്. പക്ഷെ അതെനിക്ക് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് മുഴുവിപ്പിക്കാൻ പറ്റില്ല. ഐ നീഡ് മൈ ഹസ്ബൻഡ് സപ്പോർട്ട്. അതുകൊണ്ട് ഞാൻ അപ്പൂനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ആണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ നമ്മൾ എടുക്കുന്നത്. ആൻഡ് സോ കുറെ പേരോട് ഞാൻ ഇങ്ങനെ യൂട്യൂബ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണോ എന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചത് എന്താണ് യൂട്യൂബ് ചാനലിന്റെ പേര് എന്ന്. മീൻസ് കുറെ പേരെന്ന് ഉദ്ദേശിച്ചാൽ എൻ്റെ ചുറ്റിനും ഞാൻ ഡെയിലി ലൈഫിൽ കാണുന്നവരാണ് കേട്ടോ. സോ അവര് ചോദിച്ചു ആൻഡ് ഞാനിങ്ങനെ കുറെ പേരുകൾ ഇങ്ങനെ നോക്കിയിട്ട് ഒരു ദിവസം എനിക്കൊരു പേര് കിട്ടി. ആൻഡ് ആക്ച്വലി someone suggested me this name. എൻ്റെ പേരുമായിട്ട് സാമ്യമുള്ള പേരാണ്. ആൻഡ് ഞാനത് അപ്പുനോട് പറയാണ് റിവീൽ ചെയ്യാൻ. So the name is Kallumakaya. സോ എൻ്റെ വീട്ടിലെ പേര് കല്ലു എന്നാണ്. കുറച്ച് പേര് കല്യാണി എന്ന് വിളിക്കും, പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും എനിക്കിട്ട പേര് കല്ലു എന്നാണ്. ആൻഡ് സോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത നെയിമാണ് കല്ലുമക്കായ. ആൻഡ് ഓഫ് കോഴ്സ് ഞാനൊരു ഫുഡിയാണ്, അപ്പു ഒരു ഫുഡിയാണ്, ഞങ്ങളൊരു ഫുഡിയാണ്, ഞങ്ങൾ ഫുഡീസ് ആണ്. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു പേരാണ്. ഓൾസോ എ ഫുഡ് ആൻഡ് എല്ലാവർക്കും ഓർക്കാൻ എളുപ്പമുള്ള ഒരു പേര്, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ളൊരു എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പേര് നോക്കിയിട്ട് എല്ലാരും എന്നെ കല്ലുമ എന്നാണ് വിളിക്കുന്നത്. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത പേര് സ്റ്റോറീസ് ഓഫ് കല്ലുമ. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ അതും ഈ ഒരു വീഡിയോയുടെ കൂടെയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു അപ്പൂനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്ന്. സോ ഇറ്റ്സ് എ ക്വിസ് ഹസ്ബൻഡ്സ് എഡിഷൻ. ഹസ്ബൻഡ്സ് എഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ 9 years ഓഫ് ലവ് ആണ് ആൻഡ് 5 months ഓഫ് മാരേജ്. അതെ, അപ്പൊ അതെ, സ്റ്റിൽ ഓൺ ഹണിമൂൺ. അപ്പോ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതെ, ആവണമല്ലോ അല്ലേ? അപ്പൊ എന്റെ കുറച്ച് കാര്യങ്ങൾ, ഒരു 10 questions, ഭയങ്കര ഈസി ആയിട്ടുള്ള 10 questions ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അപ്പോ അത് ആൻസർ പറയണം എന്ന് നിർബന്ധമില്ല, പക്ഷെ ഞാൻ ചോദിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഞാൻ മുന്നേ റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഞാൻ അപ്പനോട് ചോദിക്കാം. അപ്പൊ ഞാൻ ആൻസർ അപ്പം മാറ്റി എന്നുള്ളൊരു പ്രശ്നം വരില്ലല്ലോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയണേ. അതെ, വാട്ട്സ് മൈ ഫേവറേറ്റ് നിക്നെയിം ദാറ്റ് യു കോൾ മീ? കണ്ണമ്മ. യെസ്, കണ്ണമ്മ. വേറൊന്നും കൊണ്ടല്ല, എല്ലാരും എന്നെ കല്ലു, കല്ലുമ്മ, ആർദ്ര അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. പക്ഷെ അപ്പു എന്നെ കണ്ണാന്നാണ് വിളിക്കുന്നത്. അപ്പു കണ്ണൻ കുറച്ച് ക്രിഞ്ച് ആയിട്ട് തോന്നും, പക്ഷെ പക്ഷെ ഞങ്ങള് ഇപ്പോഴൊന്നും അല്ല കേട്ടോ. നമ്മള് റിലേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ടേ അപ്പു എന്നാണ് വിളിക്കുക, എന്നെ കണ്ണാന്നാണ് വിളിക്കുക. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഒറിജിനൽ നെയിം അതല്ല. സോ ഇറ്റ്സ് കറക്റ്റ്. ഒരു പോയിന്റ് കൂട്ടിക്കോട്ടോ. ആരുമില്ല, ഒറ്റയ്ക്ക്. അതെ. ലൈക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട്സ് ദ വൺ തിങ് ഐ ഓൾവേസ് ഫോർഗെറ്റ് ഓർ മിസ്പ്ലേസ്? ഞാൻ എപ്പോഴും മറന്നു പോവും ഓർ മിസ്പ്ലേസ് ചെയ്യുന്ന കാര്യമാണ്. ഈ ഇടയായിട്ട് കുറച്ച് നാളായിട്ട് ഞാൻ എപ്പോഴും മറന്നു പോകും അല്ലെങ്കിൽ മിസ്പ്ലേസ് ചെയ്യും. ഒരു തിങ് ആണ്. ഫോണാണോ?
എല്ലാം മിസ്പ്ലേസ് ചെയ്യാറുണ്ട്. പക്ഷെ അതില് മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു വാലറ്റ് മിസ്പ്ലേസ് ചെയ്യാറുണ്ട്. ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കുക. അതിപ്പോ മോസ്റ്റ്ലി എന്ന് പറയുമ്പോ ഞാൻ വാലറ്റ് എന്ന് പറയും. കറക്റ്റ് ആൻസർ. കാരണം ഞാൻ ഇന്നലെ എന്റെ 3ാമത്തെ ATM കാർഡ് ഓർഡർ ചെയ്തു ഗൈസ്. ഈ വർഷം എന്റെ എല്ലാ കാർഡും കളഞ്ഞു പോകും. അത് ഞാൻ നാട്ടിൽ പോയപ്പോ എന്റെ വാലറ്റ് അവിടെ കളഞ്ഞു പോയി. 5-6 കാർഡ് വെച്ചോണ്ട് ഇപ്പൊ എല്ലാം. പക്ഷെ ആക്റ്റീവായിട്ടുള്ള ഒരു കാർഡേ ഉള്ളൂ, ബാക്കിയെല്ലാം ഞാൻ കളഞ്ഞു. കാർഡ്സിന്റെ കളക്ഷൻ ഉണ്ട്. കളക്ഷൻ അല്ല, എന്റെ പോയി. പഴയ കാർഡ് കളക്ഷൻ ആവട്ടോ. അതെ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കണം. ഈസി ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നും, പക്ഷേ ഇറ്റ്സ് ട്രിക്കിയാണ്. അതെ, ഈസി ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നും, പക്ഷേ ബിറ്റ് ട്രിക്കിയാണ്. ഓക്കെ. ആം ഐ എ കോഫി ഓർ ഹെർബൽ ടീ പേഴ്സൺ? ഹെർബൽ ടീ പേഴ്സൺ. ഒന്ന് ചിന്തിക്കേണ്ടി കൂടി വന്നില്ല. അതെ, ഇപ്പൊ ഞാൻ കോഫി ഓർ ടീ പേഴ്സൺ എന്ന് ചോദിച്ചാലും അപ്പൊ ഒന്ന് ചിന്തിക്കേണ്ടി വരില്ല, കോഫി എന്ന് പറയും. പക്ഷെ കോഫിയും ഹെർബൽ ടീയും ചോദിച്ചാൽ ഹെർബൽ ടീസ്. അടുത്തതും ഉറപ്പായിട്ടും അപ്പൊ പറയുമെന്ന് എനിക്ക് ഉറപ്പുള്ള ക്വസ്റ്റ്യൻ ആണ് ഗൈസ്. വാട്ട് ഈസ് മൈ ഗോ ടു കംഫർട്ട് ഫുഡ്? മീൻസ് അങ്ങനെ കോമൺ ആയിട്ട് പറയരുത്, എന്നുവെച്ചാൽ ഇന്ന സാധനങ്ങളൊന്നല്ല എന്നാലും, പക്ഷെ കുറച്ച് സ്പെസിഫിക് ആയിട്ട് പറയണം. വാട്ട് ഈസ് മൈ ഗോ ടു കംഫർട്ട് ഫുഡ്? ഓക്കേ, ചിക്കൻ ബിരിയാണിയോ? Go to comfort. Only one chance. അല്ല, ക്വസ്റ്റ്യൻ എനിക്ക് നേരെ മനസ്സിലായത്. Only one chance. ഓക്കേ. അല്ല, ഓക്കേ, തെറ്റി. അടുത്തതും ഉറപ്പായിട്ടും അപ്പൊ പറയുമെന്ന് എനിക്ക് ഉറപ്പുള്ള ക്വസ്റ്റ്യൻ ആണ് ഗൈസ്. ഒരു ചാൻസ് എന്നാ എനിക്ക് പറയാം. ഒറ്റ ചാൻസ്, ഒരാളേ ഉള്ളൂ, അപ്പൊ നമുക്ക് ഒറ്റ ചാൻസേ കൊടുക്കാം. അത് പറഞ്ഞിട്ടില്ലല്ലോ, റൂൾസ് പറഞ്ഞില്ലല്ലോ. ഒരെണ്ണം തെറ്റി. ഓക്കേ. ഓക്കെ, സെക്കൻഡ് ചാൻസ് ഞാൻ ഇപ്പൊ കൊടുക്കാണ്. ആൻസർ തെറ്റി. ഇത് അപ്പന് തന്നെ ഞാൻ ഒരു ചാൻസ് കൂടെ തരാം. വാട്ട് ഈസ് മൈ ഗോ ടു കംഫർട്ട് ഫുഡ്? മീൽസ് ആണ്. ചോറും നാടൻ കറികളും. ഇപ്പോ എന്താണ്, ചട്ടിച്ചോറ്, പൊതിച്ചോറ്, ഇതൊക്കെയാണ്. ചോറ് പ്ലേറ്റിലിട്ട് തന്നാലും മതിയില്ലേ? ചോറും കറികളും, ഇതാണ് എന്റെ കംഫർട്ട് ഫുഡ്. ഒരുപാട് വെറൈറ്റി കറികളും, അതായത് നാടൻ കറികളും വെജീസും കാര്യങ്ങളും, തോരൻ, നമ്മുടെ തീയല്, അങ്ങനെ സാമ്പാർ, മീൻ ഫ്രൈ, ഇതൊക്കെ ഉണ്ടെങ്കിൽ സെറ്റാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കേണ്ടി വരും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞങ്ങൾ തമ്മിൽ അടിയാവുന്ന തോന്നുന്നു ഗൈസ്. ഹൗ ലോങ് ഡു ഐ യൂഷ്വലി ടേക്ക് ടു ഗെറ്റ് റെഡി? ലൈക്ക് ഞാന് ഇപ്പം വർക്കിന് പോകുമ്പോഴായാലും യൂഷ്വലി ആണ്, എന്ന് വെച്ചാല് ഇപ്പൊ പുറത്തൊക്കെ നമ്മൾ പെട്ടെന്ന് പോകാൻ പ്ലാൻ ചെയ്യുമ്പോഴും ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആക്കണം. കാര്യം ഇത് വർക്കിന് പോകുമ്പോ ഒരു ടൈപ്പ് ആൻസറും അല്ലാണ്ട് പോകുമ്പോ വേറെ ടൈപ്പ് ആൻസറും. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും ചിലപ്പോ. അല്ല, ഞാനൊരു ഒറ്റ ടൈം എഴുതിയിട്ടില്ല, ടു ദിസ് ടൈം അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഹൗ ലോങ് ഡു ഐ യൂഷ്വലി ടേക്ക് ടു ഗെറ്റ് റെഡി? 10 to 20 minutes. കാര്യം നമ്മൾ പുറത്ത് പോകുമ്പോ കുറച്ച് അധികം എടുക്കാറുണ്ട്. പക്ഷെ വർക്കിന് പോകുമ്പോ മാഡം ലാസ്റ്റ് എണീച്ച് ഞാൻ നോക്കുമ്പോ ഒരു 10 മിനിറ്റിൽ റെഡിയായി ബാക്കപ്പായി പോകാറുണ്ട്. ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ ഞാൻ ആൻസറും ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിരുന്നു. യൂഷ്വലി 30 to 40 minutes. അത്രയും. ഓക്കേ, അത് തെറ്റാണ് അപ്പോ? അല്ല, പക്ഷെ 30 to 40 minutes എടുക്കാറുണ്ട്. ഞാനൊരു 8 മണിക്ക് ജോലിക്ക് എത്തുന്ന 30 minutes എടുക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം 8 മണിക്കുള്ള ഷിഫ്റ്റിന് ഇവിടെ നിന്ന് ഒരു 40 minutes ട്രാവൽ ടൈം ഉണ്ട്. ഓക്കെ, 1 hour ട്രാവൽ ടൈം കൂട്ടിയാലും പുള്ളിക്കാരി 7 മണിക്ക് എണീച്ചിട്ട് 7:10 ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് യൂണിഫോം ഇട്ട് പോകേണ്ട സമയം അതല്ല, അതിന് മുന്നേ ഞാൻ എഴുന്നേറ്റ് ഇപ്പം ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്യുമല്ലോ. എണീച്ചിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു. 10 മിനിറ്റ് ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഞങ്ങൾ അടിയാവും. സോ 30 to 40 minutes. Okay. Because you will be sleeping at that time. Okay. അതെ. What's my favorite way to spend a weekend? Favorite? What's my favorite way to spend a weekend? ഞാൻ കുറച്ചും കൂടി ഇതാക്കി തരാം. Staying home or going out? Favorite അല്ലേ?
ഇപ്പൊ ഒരു 2 ദിവസത്തെ നമുക്ക് ഓഫ് കിട്ടിക്കഴിഞ്ഞാല് ഞാൻ വീട്ടിലിരിക്കാനാണോ പ്രിഫർ ചെയ്യുന്നത്, പുറത്തു പോകാനാണോ പ്രിഫർ ചെയ്യുന്നത്? ഞാൻ നേരെ തിരിച്ചായിരുന്നു. വീട്ടിലിരിക്കാൻ, ആ ഒരു കംഫർട്ട് സ്പേസിൽ ഇരിക്കാനായിരുന്നു എനിക്ക് ഇഷ്ടം. പക്ഷെ 2 ദിവസം എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാര്യം ഇപ്പം 5 ദിവസം വർക്ക് ചെയ്ത് അല്ലെങ്കിൽ 6 ദിവസം വർക്ക് ചെയ്തിട്ട് 1 ദിവസം ഓഫ് ആണെങ്കിൽ പുറത്തു പോകാൻ വിളിച്ചാൽ വരത്തില്ല, മടിയായിരിക്കും. വീട്ടിലിരിക്കാം, കുക്ക് ചെയ്ത് കഴിക്കാം, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ്. മടിയല്ല, കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, പക്ഷെ ഒന്നും നടക്കത്തില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ മുന്നേ 2 ദിവസം കിട്ടിയാലും 3 ദിവസം കിട്ടിയാലും വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആളായിരുന്നു. ഇപ്പൊ ഒപ്പനോടെ കൂടിയിട്ട് മാറിയിട്ടുണ്ട്. വാ നമുക്ക് പോവാം, പുറത്ത് പോവാം, കറങ്ങാൻ പോവാം. മാക്സിമം നമ്മൾ പുറത്ത് പോകാൻ ശ്രമിക്കാറുണ്ട് ഇപ്പൊ. അതെ. The 7th question, okay? What is one thing I absolutely cannot live without? മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ. ഫോൺ. സ്മാർട്ട് ഫോൺ തന്നെ വേണമെന്നില്ല, അപ്പന്റെ ഫോൺ അല്ല, സ്വന്തം ഫോൺ തന്നെ വേണമെന്നുണ്ട്. അത് ഞാൻ ഉറപ്പ് പറയാം. ഇപ്പൊ എന്റെ ഫോൺ വെച്ചിട്ട് പോയാലും അത് വേണ്ട. സ്വന്തം ഫോൺ, ഈ ഒരു ഫോൺ, 2 ഫോണുണ്ട്, എന്നാൽ ഈ ഒരു ഫോൺ തന്നെയാണ് വേണ്ടത്. കാര്യം ഇതിലാണല്ലോ റീൽസ് ഉള്ളതും യൂട്യൂബ് ഉള്ളതും സ്ഥിരം കാണുന്ന ചാനൽസ് ഉള്ളതും ഒക്കെ യൂസ് ടു ആയിട്ടുള്ള Instagram, WhatsApp, റീൽസ് ആണല്ലോ. അതെ. So phone, my phone. And okay, which language movies do I prefer? മലയാളം. No other options. ഇപ്പോ ഹിന്ദി ഫിലിംസും തമിഴ് ഫിലിംസും ഞാൻ കാണും, പക്ഷെ ഐ എം ബിറ്റ് ചൂസി. എല്ലാരും നല്ലതാന്ന് പറയുന്ന മൂവീസ് മാത്രമേ ഞാൻ പോയി കാണാറുള്ളൂ. ഹിന്ദി പിന്നെ ഞാൻ ആ ഏരിയയിലേക്ക് പോകാറില്ല. മലയാളം പക്ഷേ മനസ്സിലാവാത്തത് കൊണ്ടാണ് എനിക്ക്. അതെ, ഹിന്ദി എനിക്ക് ഇഷ്ടമല്ല ബിക്കോസ് ഓഫ് മൈ സ്കൂൾ ടീച്ചേഴ്സ്. ടീച്ചർ അങ്ങനെയല്ല, എനിക്ക് ഹിന്ദി ഇഷ്ടമല്ല. അപ്പൊ എനിക്ക് ചില വേർഡ്സും സെന്റൻസും ബേസിക് ഹിന്ദി മനസ്സിലാവും എല്ലാരെയും പോലെ, പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. സോ ഞാൻ പോയി കാണാറില്ല. സബ് ടൈറ്റിൽസ് ഉണ്ടെങ്കിലും ഞാൻ പോയി കാണാറില്ല. ഞാൻ ലാസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ പോയി കണ്ട ഹിന്ദി ഫിലിം, അതും അപ്പു കൊണ്ടുപോയതാന്ന് തോന്നുന്നു, ദംഗൽ അല്ലേ? എത്ര വർഷമായി? 17-18 അതാണ് ഞാൻ ലാസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ പോയി കണ്ടത്. ബാക്കി എല്ലാം അപ്പു ഇപ്പൊ ഒറ്റയ്ക്കാണ് പോയി കാണല്. പിന്നെ മലയാളം എത്ര അവാർഡ് പടമായാലും ഞാൻ പോയിട്ട് ഒറ്റയ്ക്ക് ഞാൻ പോയി. ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ നമുക്ക് ഒരുമിച്ച് പോകാനുള്ള സമയം കിട്ടാറില്ല, അത് കുറവാണ്. പിന്നെ നമുക്ക് ഓഫ് കിട്ടുമ്പോ നമ്മള് സിനിമയ്ക്ക് പോകാൻ പ്രിഫർ ചെയ്തില്ല. പിന്നെ അത്രയും നല്ല മൂവീസ് ഒക്കെ ആണെങ്കിൽ ഞങ്ങള് പ്ലാൻ ചെയ്ത് പോകാൻ പറ്റുന്ന മൂവീസ് ആണെങ്കിൽ ഈ പറയുന്നത് കാണും. ഇപ്പൊ തുടരുവാണ് നമ്മൾ ലാസ്റ്റ് പ്ലാൻ ചെയ്ത് പോയി ഒരുമിച്ച് കാണണോന്ന് പറഞ്ഞു പോയിട്ടുണ്ട്, രണ്ടുപേർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട്. അതിനുശേഷം ഒരു മൂവി വന്നിട്ടില്ലല്ലോ. പിന്നെ വ്യസന സമേതം ബന്ധുമിത്രാദികൾ ഞാൻ ആദ്യം പോയി കണ്ടു. ഐ told him it's a good movie, നല്ല മൂവിയാണ്. നമുക്ക് ട്രിവാൻഡ്രംകാർക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് കുറച്ച് റൂറൽ ഏരിയാസിൽ വളർന്ന നമ്മളെ പോലെയുള്ളവർക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞപ്പോ പോയി കണ്ടു. അതെ, നല്ല മൂവിയായിരുന്നു. അതെ. ആൻഡ് നെക്സ്റ്റ് തിങ്, എന്നെ ഇപ്പൊ അപ്പുതെന്നല്ല, എന്നെ കുറച്ചറിയാവുന്നവർക്ക് ആർക്കും പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്, what is my favorite color? This one. ഇന്നലെ വാങ്ങിയ സാധനമാണ്. ഇതിന്റെ കളർ വാങ്ങി തന്നതാണ്. വാങ്ങി തന്നെ, പക്ഷെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് വാങ്ങിക്കൊടുത്തതാണ്. ഈ കളർ അതിന്റെ കാരണമാണ് അല്ലേ? ആക്ച്വലി ഈ കളർ കണ്ടാണ് അവരെടുത്തത്. എന്റെ ബ്രഷ്, എന്റെ എവറിത്തിങ് ഇസ് ബ്ലൂ. ലൈക്ക് ഞാനിപ്പോ എന്തെങ്കിലും ഒരു സാധനം ചൂസ് ചെയ്യാൻ പോയാലും, ഇപ്പൊ വീട്ടിൽ എന്തെങ്കിലും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമായിരിക്കും ഞാനായിരിക്കും പോയി വാങ്ങുന്നതെങ്കിൽ പോലും അത് ബ്ലൂ ആണ്. നാട്ടിൽ എന്റെ റൂമിന്റെ വാള്, എന്റെ ബെഡ്ഷീറ്റ് അതെ ബ്ലൂം ആണ് എന്റെ ലൈഫ്, ഒരു ബ്ലൂം. ആൻഡ് എന്റെ അപ്പന്റെ ക്രോക്സിന്റെ കളറും ക്രോക്സും ബ്ലൂ ആണ് ഗൈസ്. അപ്പുവാണ് ശരിക്കും എന്റെ ഇതിലേക്ക് ബ്ലൂ ഇൻജെക്ട് ചെയ്തത് കുറച്ച്. കാരണം അപ്പുന് ബ്ലൂ ഇഷ്ടം. അപ്പുനും ബ്ലൂ അല്ലേ ഇഷ്ടം? എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് റെഡ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, പക്ഷേ ബ്ലൂ ഇഷ്ടമാണ്. ഇഷ്ടക്കേടൊന്നുമില്ല. ഈസ് നോട്ട് എ ബിഗ് ഫാൻ, പക്ഷെ ബ്ലൂ ഇഷ്ടമാണ്. ഞാൻ നമ്മൾ കണ്ട് അതിലോട്ട് ആയിപ്പോയതാണ്. മൊത്തം ബ്ലൂ ആണ്. And so 10th question and the last question. Okay, you are doing great. Thank you.
വാട്ട് ഇസ് മൈ ഗ്രേറ്റസ്റ്റ് ഫിയർ? മീൻസ് എനിക്ക് 2-3 കാര്യങ്ങളുണ്ട്, പക്ഷെ അതിലൊന്ന് എനിക്ക് ഭയങ്കര പേടിയാണ്, ബിക്കോസ് ഓഫ് സം സ്പെസിഫിക് റീസൺസ്. ഓക്കെ, വാട്ട് ഇസ് മൈ ഗ്രേറ്റസ്റ്റ് ഫിയർ? ഗ്രേറ്റസ്റ്റ് ഫിയർ എന്ന് ചോദിക്കുമ്പോ എന്നുവെച്ചാൽ ഒരുപാടുണ്ട്. പക്ഷേ ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ടോപ്പ് മോസ്റ്റ് ആയിട്ട് വരുന്നത് എനിക്ക് പറയാൻ പറ്റിയ കാര്യം ഇരുട്ടാണോ, ഡാർക്ക്നെസ് ആണോ? അതെ, ഞാൻ എഴുതിയിട്ടുള്ളത് ഡാർക്ക്നെസ് എന്നാണ്. പക്ഷെ ലോൺലിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ആൻസർ മീൻസ് മാർക്ക് കൊടുത്തേനെ. കാരണം ഇപ്പൊ ഭയങ്കര പേടിയാണ് എനിക്ക് ഡാർക്ക്നെസ്. നാട്ടിലായിരുന്നപ്പോ ഒറ്റയ്ക്കായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. ഇവിടെ ഡാർക്ക്നെസ് പേടിക്കേണ്ട ആവശ്യമില്ല ആക്ച്വലി. പക്ഷെ പുള്ളിക്കാരത്തേക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഈ പറഞ്ഞ പോലെ പഴയ കുറച്ച് ട്രോമാസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. ഓക്കെ, അതിലോട്ടൊന്നും പോകാം. ആൻഡ് ഓക്കെ, സോ എനിക്ക് ഡാർക്ക്നെസ്സും ലോൺലെസ്സും പേടിയാണ് ഇപ്പോ. ആൻഡ് പിന്നെ പേടി എല്ലാവർക്കും ഉള്ള പോലെ സ്നേക്സും കാര്യങ്ങളും, റെപ്റ്റൈൽസ്, ആനിമൽസ്, ഇതിനൊക്കെ എല്ലാവർക്കും ഇല്ല. പക്ഷെ എനിക്ക് ആനിമൽസ് പേടിയാണ്. എനിക്ക് മിട്ടുവിനെ മാരിയെ മാത്രമേ പേടി. ഞങ്ങളുടെ പെറ്റാണ് മിട്ടു. അപ്പുവിന്റെ ബീഗിളും, മാരി എന്റെ റോഡ് പാക്ക്, എന്റെ നാടൻ പട്ടിയാണ് എന്റെ വീട്ടിലെ. സോ അവര് രണ്ടുപേരും പേടിയില്ല. പക്ഷെ ബാക്കി ഏത് പട്ടിക്കുട്ടികൾ ഇപ്പം UK ഇങ്ങനെ നടന്നു പോകുമ്പോഴൊക്കെ ആയാലും എനിക്കിങ്ങനെ പട്ടിക്കുട്ടികൾ അവരൊന്നും ചെയ്യത്തില്ല. പക്ഷെ ഐ എം സ്കെയർഡ് ഓഫ് ആനിമൽസ്. പേടിയാണ്. അതെ. സോ അത്രേ ഉള്ളൂ 10 questions. ആൻഡ് സ്കോർ അപ്പൊ തെറ്റിച്ചത് ഗോ ടു കംഫർട്ട് ഫുഡും പിന്നെ ഞാൻ റെഡി ആവാൻ എടുക്കുന്ന ടൈമും, അത് രണ്ടുമാണ് തെറ്റിച്ചത്. സോ 8 out of 10. എന്നാലും നമ്മളൊരു നല്ല സ്കോറിലല്ലേ എത്തിയത്. ഒരു 80% അല്ലേ? 80%. പക്ഷെ അല്ല, ഗോ ടു കംഫർട്ട് ഫുഡ് അറിയായിരുന്നു. പെട്ടെന്ന് ഒരു ഇൻട്രസ്റ്റില് അപ്പൊ പറഞ്ഞതാണ് ചിക്കൻ ബിരിയാണി എന്നുള്ളത്. ആൻഡ് ടൈമും തെറ്റിയതല്ല, സിറ്റുവേഷൻ അനുസരിച്ച് മാറും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ യൂഷ്വൽ ടൈം 30 to 40. അതെ, പാസ് ആണ്. സോ എലിജിബിൾ ടു ബി മൈ ഹസ്ബൻഡ്സ്. വെൽ ഡൺ ബോയ്. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോ നമ്മള് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഈ വീഡിയോ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് so let's wrap up the show. Yeah, do subscribe.